കാര്യം വളർത്തിയതും വലുതാക്കിയതും ഒക്കെ അമ്മയാണ് എന്ന് പറഞ്ഞു. പക്ഷെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് അച്ഛനാണെന്നും പറയുന്നു. അപ്പോൾ അങ്ങനെ അച്ഛനിലേക്ക് ഒരു കൂടുതൽ ഇത് വരാനുള്ള പ്രത്യേക എന്തെങ്കിലും കാരണമുണ്ടോ? ഐ മീൻ കുട്ടിക്കാലങ്ങളിൽ കൂടുതൽ മെമ്മറീസ് ഉണ്ടാവും. ഞങ്ങൾ ചെറുപ്പത്തിൽ എൻ്റെ അനിയന് അപ്പയെ കാണാനുള്ള അവസരം ഒട്ടും ഉണ്ടായിട്ടില്ല. അനിയൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അപ്പ ഒത്തിരി തിരക്കുള്ള ഒരാളായി മാറി. അപ്പോൾ പലപ്പോഴും അപ്പ വീട്ടിൽ വരുമ്പം മോൻ അപ്പയെ കണ്ട് കരയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ബന്ദ് ദിവസമാണ്, ബന്ദിന്റെ അന്നാണ് അപ്പോൾ ഫുൾ ഡേ വീട്ടിൽ ഇരിക്കുന്നത്. കോൺഗ്രസിന്റെ ബന്ധായിരുന്നു. അന്നാണ് അവർ തമ്മിൽ അടുക്കുന്നതും ഇതൊരു സ്ട്രേഞ്ചർ അല്ല, സ്വന്തം ഫാദറാണെന്ന് എൻ്റെ അനിയൻ മനസ്സിലാക്കുന്നതും. അത്രത്തോളമായിരുന്നു അപ്പയുടെ വീട്ടിലോട്ടുള്ള വരവ്. പക്ഷെ ഈ വരുന്ന സമയത്താണെങ്കിലും പലപ്പോഴും ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തെറ്റ് ചെയ്താലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളെ വഴക്ക് പറയാതെ കൊണ്ടുപോകുമായിരുന്നു. എന്നെ അപ്പൊ പണ്ട് സ്ഥിരമായി ഞങ്ങൾക്കൊരു 3-4 കഥയുണ്ട്. അത് തന്നെ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞങ്ങൾ ആ കഥ ചോദിക്കാറുണ്ടായിരുന്നു. ശരി. കാരണം എല്ലാ സെലിബ്രിറ്റീസിൻ്റെയും ഒരു കേസാണ്. കാരണം അവർ ഫേമസ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിന് അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണ് ചേച്ചി പറയുന്നത്? അല്ല, പ്രശ്നം ഉണ്ടായിട്ടില്ലെന്നല്ല. പക്ഷേ ആസ് വേറെ ഏതൊരു ഫീൽഡിൽ പോലല്ല, രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് സമൂഹത്തിനോട് കമ്മിറ്റഡ് ആയിരിക്കണം ആദ്യം. അപ്പം അത് മറന്ന് നമ്മുടെ കുടുംബത്തെ വിട്ടുകളയണം എന്നല്ല, അത് ആദ്യത്തെ ഡ്യൂട്ടിയാണ്. അപ്പം അത് മനസ്സിലാക്കാൻ ആ രാഷ്ട്രീയക്കാരന്റെ കുടുംബാംഗങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ് ആദ്യത്തേത്. അപ്പം പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന സമയത്ത് എന്നോട് എനിക്ക് ഒത്തിരി താല്പര്യമായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങാൻ നേരത്തെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ താല്പര്യമാണെങ്കിൽ ഇറങ്ങാം, സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കും അത്, അല്ലാതെ എന്നിൽ നിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കരുത്. നാളെ ഒരു കാലത്ത് എനിക്ക് ഒരിടത്ത് എത്താൻ പറ്റിയില്ല, എന്നെ എന്തേ സഹായിച്ചില്ല എന്നോട് ചോദിക്കരുത്. മറ്റേത് ഫീൽഡിൽ ഇറങ്ങുന്ന പോലെ തന്നെ ഇതിൽ ഇറങ്ങിക്കോണം, പക്ഷെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം, എൻ്റെ കയ്യിൽ നിന്ന് ഒരു സഹായവും തരത്തില്ല എന്ന് തന്നെ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അനിയൻ ചാണ്ടിയും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ നേരത്ത് അതേ വാചകം ചാണ്ടിയോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അതുപോലെ വളരെ ചെറിയ ചെറിയ ഉപദേശങ്ങൾ തരും. നമ്മളിപ്പം എന്തെങ്കിലും പ്രത്യേകിച്ച് എക്സൈറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അപ്പോൾ പറയും, നമുക്ക് പെട്ടെന്നുള്ള വിജയങ്ങളിൽ നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആവുകയോ അമിതമായി സന്തോഷിക്കുകയോ ചെയ്യരുത്. അതുപോലെ ദുഃഖങ്ങൾ വരുമ്പോഴും ഒരുപാട് ദുഃഖിക്കുകയും ചെയ്യരുത്. അപ്പം നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ വളരെ ചെറിയ ചെറിയ ഉപദേശങ്ങൾ വല്ലപ്പോഴും ഇങ്ങനെ വീണ് കിട്ടിത്തരാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഉപദേശങ്ങൾ, ആ ഒരു വാല്യൂ നമുക്ക് കിട്ടുമ്പോഴാണല്ലോ നമ്മൾ വലുതാകുമ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്കത് പകർത്താൻ സാധിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോൾ ചേച്ചിയുടെ ഫാമിലിയെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ ചേച്ചി വിവാഹിതയാണ്. അപ്പോൾ ഹസ്ബൻഡിനെ പറ്റി, ഹസ്ബൻഡിൻ്റെ ഫാമിലിയെ പറ്റിയിട്ടൊക്കെ? ഓക്കെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ലീജോ എന്നാണ്. ഹസ്ബൻഡ് ഇവിടെയാണ് ബോൺ ആൻഡ് ബോട്ട് അപ്പ്. ഓക്കെ, ഇവിടെ തന്നെ സെറ്റിൽഡ് ആയിട്ട്? ഇവിടെ തന്നെ സെറ്റിൽഡ് ആണ്. അവർക്ക് ഇവിടെ ഫാമിലി ബിസിനസ് ആണ്, 30 years ആയിട്ട് റൺ ചെയ്യുന്ന ബിസിനസ്. അപ്പം അവരുടെ റൂട്ട്സ് എല്ലാം ദുബായിലാണ്. പേരൻസും ഗ്രാൻഡ് മദറും ഫാദറിന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഹോൾ ഫാമിലി സെറ്റിൽഡ് ഹിയർ. അപ്പം അത് എനിക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഫുൾ കസിൻസും ഇവിടെ ദുബായ് തന്നെയാണ്. പപ്പയും മമ്മിയും ദേ വർ ലിവിംഗ് നെക്സ്റ്റ് ഡോർ, തൊട്ടടുത്തായിരുന്നു. ഈ അടുത്തിടയ്ക്കാണ് കുറച്ചുകൂടെ സൗകര്യമുള്ളിടത്തോട്ട് മാറിയത്. സോ ഇറ്റ് വാസ് ലൈക്ക് എ ജോയിന്റ് ഫാമിലി, ഇറ്റ് സ്റ്റിൽ ലൈക്ക് എ ജോയിന്റ് ഫാമിലി. വളരെ നല്ല രീതിയിൽ എല്ലാവരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് മോളുണ്ടായപ്പോഴാണ്, വീട്ടിലെ ആദ്യത്തെ ഗ്രാൻഡ് ചൈൽഡാണ്. അപ്പം വളരെയധികം മോളെ ഒരു എല്ലാവരും എടുത്തുകൊണ്ട് നടക്കുന്ന കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. ഹസ്ബൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഹസ്ബൻഡിനെ പറഞ്ഞ് സ്വന്തമായിട്ടൊരു ഫാമാണ്, അൽക്കുവാഹിർ കെമിക്കൽസ് എന്ന് പറഞ്ഞിട്ട് കെമിക്കൽ ട്രേഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഹസ്ബൻഡിന് ചേച്ചി ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനൊക്കെ ഏതെങ്കിലും എതിർപ്പുണ്ടാവില്ല, അത് നമുക്കറിയാം. എങ്ങനെയാണ് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഹസ്ബൻഡ് രാഷ്ട്രീയത്തിന്റെ ABCD അറിയില്ല. കല്യാണം കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, അപ്പൊ UDF ആണോ LDF ആണോ? അത്രേ ഉള്ളൂ ലീജോയ്ക്ക് രാഷ്ട്രീയത്തോടുള്ള ഒരു അറിവും കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ എന്ത് രീതിയിൽ പോകുന്നതിലും അദ്ദേഹത്തിന് അതിന് എതിർപ്പില്ല. കാര്യം നമുക്ക് കഴിവുള്ള രീതിയിൽ ഉയർന്നു വരണം എന്നുള്ള അഭിപ്രായമാണ് ലീജോയ്ക്കുള്ളത്. നാട് പുതുപ്പള്ളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുതുപ്പള്ളിയിൽ പോയിട്ടുണ്ടോ ചേച്ചി? അത് അവിടുത്തെ നാടിനെ പറ്റിയിട്ടുള്ള ഒരു മെമ്മറീസ് എങ്ങനെയാണ്? പുതുപ്പള്ളി ഞങ്ങളുടെയും ഒരു വീട് തന്നെയാണ്. അപ്പയുടെ തറവാട് പുതുപ്പള്ളിയിലാണ്. അപ്പം ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ പഠിക്കുന്ന കാലത്ത് ഈ വീക്കെൻഡ്സിലൊക്കെ ഞങ്ങളങ്ങ് പുതുപ്പള്ളിയിൽ പോകും പലപ്പോഴായിട്ട്. പക്ഷെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പുതുപ്പള്ളിയിൽ അപ്പ കിടക്കുന്ന ഒരു മുറിയുണ്ട്.
അപ്പം ഞങ്ങൾ പോകുമ്പോൾ അപ്പയുടെ മുറിയിലാണ് ഞങ്ങൾ 5 പേരും കിടക്കുന്നത്. പക്ഷെ അവിടെ കിടക്കാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും രാത്രി 12 മണി വരെ അപ്പയെ കാണാൻ ആള് കാണും. വെളിയിൽ ലൈറ്റാണ്, നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ 12 മണി കാണാൻ വരുമ്പോൾ നാട്ടുകാർ തീർച്ചയായിട്ടും അതെ അതെ. അത് കഴിഞ്ഞ് 12 മണി കഴിഞ്ഞാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത്. വെളുപ്പിന് 5 മണിക്ക് എണ്ണീറ്റില്ലെങ്കിൽ ചെറിയ ചെറിയ കല്ലുകൾ എടുത്ത ആൾക്കാർ ഈ വിൻഡോയുടെ അവിടെ നിറയും. അപ്പൊ ആ കല്ല് നമ്മുടെ ദേഹത്ത് വന്ന് വീഴുന്നത് പേടിച്ചിട്ട് അപ്പയുടെ കൂടെ കിടക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടാറില്ല. പക്ഷെ അപ്പ കൃത്യമായി എണ്ണീക്കാറുണ്ട്. എങ്ങാനും മറന്നു പോയാൽ കല്ല് ഉറപ്പാണ്. അത് എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ കല്ലെറിയുന്നത്? ഇതുപോലെ വേറെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ വേറെ ഉണ്ടോ പറയാനായിട്ട്? അപ്പ ഞങ്ങള് കുട്ടികളായിരുന്നപ്പം സ്ഥിരമായി പറയുന്ന കുറച്ച് കഥകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥയുണ്ട്. കഥ ഇങ്ങനെയാണ്. ഒരു രാജ്യത്ത് ഈ ഭാര്യമാരുടെ മേധാവിത്വമാണ്. അവിടെ ഭാര്യമാരാണ് ഭരിക്കുന്നത്. ഭർത്താക്കന്മാരുടെ വളരെ പേടിയോടുകൂടി ജീവിക്കുന്ന ഒരു നാടാണ്. അപ്പോൾ ഇത് കാരണം ഈ ഭർത്താക്കന്മാർ സഹി കെട്ടിരിക്കുകയാണ്. പക്ഷെ അവർക്കൊന്നും ചെയ്യാനായിട്ടുള്ളൊരു ധൈര്യം വരുന്നില്ല. ഭാര്യമാര് ഭർത്താക്കന്മാരുടെ റോൾ എടുത്തിരിക്കുന്നു. അതെ അതെ. അയ്യോ. അപ്പം ആ ഒരു രാജ്യത്ത് ഒരിക്കലും അവിടെ ഒരു വലിയൊരു ഫെസ്റ്റിവൽ നടക്കുവാണ്. അപ്പം ഈ ഭാര്യമാരെല്ലാം കൂടെ ആ ഫെസ്റ്റിവൽ ഗ്രൗണ്ടിലോട്ട് പോയി. ആ സമയത്ത് ഈ ഭർത്താക്കന്മാരെല്ലാം കൂടെ കുന്നും പുറത്ത് കൂടാൻ ഒരു ആലോചന നടത്തി. അങ്ങനെ ഈ കുന്നും പുറത്തോട്ട് ഇവരെല്ലാവരും കൂടിയിട്ട് അവിടെ നിന്നൊരു ചർച്ച നടക്കുകയാണ്. ചർച്ചയിൽ പറയുന്ന ഇതാണ്: ഈ ഭാര്യമാരിങ്ങനെ പോയാൽ നമ്മുടെ ജീവിതം അവതാളത്തിലാവും, നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ചർച്ച നടക്കുമ്പോൾ ഒരാളെ വെളിയിൽ ഈ കാവലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ആരെങ്കിലും വരുന്നോന്ന് അറിയാൻ വേണ്ടി. അയാൾ ഓടി വന്ന് പറഞ്ഞു, ദേ ഭാര്യമാരെല്ലാം ഓടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരും പേടിച്ചോടുകയാണ്. അപ്പൊ അതിനു മുമ്പേ അവർ ചർച്ചയായിരുന്നു, നമുക്കൊരു നേതാവിനെ വേണം എന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എല്ലാവരും ഓടി, ഒരാളൊഴിച്ച്. അപ്പം ഭാര്യമാര് വന്ന് നോക്കിയപ്പോൾ ആരുമില്ല, അവർ തിരിച്ചുപോയി. അപ്പം ഭർത്താക്കന്മാർ സന്തോഷത്തോടു കൂടി തിരിച്ചു വന്നു. നമ്മൾ ഇത്രയും പേര് ഓടിയിട്ട് ഓടാതെ ഒരാൾ നിന്നു, ഇദ്ദേഹം തന്നെയാണ് നമ്മുടെ നേതാവ്. ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം ചത്തിരിക്കുമായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പേടി കൊണ്ട് മരിച്ചുപോയി. അപ്പം ഭാര്യയെ പേടി എന്നാണ് ഈ കഥയുടെ പേര്. അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ് വീട്ടിൽ വരാറുള്ളെങ്കിലും മക്കളുമായിട്ടുള്ളൊരു സമയം സ്പെൻഡ് ചെയ്യുന്നെങ്കിലും ഇതുപോലത്തെ ചേച്ചി സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ സാധാരണ പാരൻസ് മീറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉമ്മൻചാണ്ടി സാർ വരാറുണ്ടായിരുന്നു സ്കൂളിലൊക്കെ, അതോ അമ്മ തന്നെയാണോ അധികം വരാറ്? അപ്പോഴേക്കും ഞങ്ങൾ ഏത് ക്ലാസ്സിലാണ് കൃത്യമായിട്ട് പഠിക്കുന്നതെന്ന് പോലും അറിയാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പലപ്പോഴും ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുമ്പം മക്കൾ എത്രയായി എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പ ഇങ്ങനെ എന്ന് പറഞ്ഞ് അമ്മയോട് നോക്കുന്ന കാണാറുണ്ട്. അതുപോലെ എന്റെ ചേച്ചിയെ LKG കൊണ്ടാക്കാൻ അപ്പ പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ 3 പേരുടെയും സ്കൂളിൽ വന്നിട്ടുള്ള ഏക ബന്ധം. പിന്നെ അപ്പ വന്നിട്ടുള്ളത് എന്റെ സിസ്റ്റർ 10th പാസ് ഔട്ട് ചെയ്യാൻ നേരത്തെ അപ്പയായിരുന്നു ചീഫ് ഗസ്റ്റ്. അന്നപ്പോ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു, ചീഫ് ഗസ്റ്റ് ആയിരുന്നു. അന്ന് എന്റെ സിസ്റ്റർ ആയിരുന്നു ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ്. അപ്പൊ അതിന്റെ സമ്മാനം അപ്പയാണ് കൊടുത്തത്. അതായിരുന്നു ഒരു ആകെപ്പാടെയുള്ള ഒരു സ്കൂൾ ബന്ധം. പിന്നെ എന്റെ സ്കൂളിലും ഞാൻ 8th പഠിക്കാൻ നേരത്തെ അപ്പ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും അന്ന് ചേച്ചിയുടെ സ്പീച്ചോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് എന്തെങ്കിലും സ്റ്റേജിൽ പെർഫോം ചെയ്യുകയും ചെയ്തിരുന്നു? അന്ന് എന്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്പോർട്സിന്റെ ഞങ്ങളുടെ റിലേയുടെ ചാമ്പ്യൻഷിപ്പിന്റെ ട്രോഫി ഉണ്ടായിരുന്നു. പക്ഷെ അത് അപ്പയല്ല തന്നത്, വേറെയാണ്. സ്കൂളിലൊക്കെ എങ്ങനെയായിരുന്നു? അതായത് ഒരു സെലിബ്രിറ്റിയുടെ മോൾ എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും? ഒരിക്കലില്ല. നമ്മൾ ആ സമയത്തൊക്കെ രാഷ്ട്രീയം എന്താന്ന് പോലും കൃത്യമായിട്ട് അറിയില്ല. നമ്മളെല്ലാവരും ഒരുപോലെയുള്ളൊരു ഇതാണ്. അല്ലെ തന്നെ വീട്ടിലും ഞങ്ങളെ ആ രീതിയിൽ അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയിരുന്നത്. അപ്പോൾ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ വിഷ് പറയാനുണ്ടോ ചേച്ചിക്ക്? ഒരു കുട്ടിക്ക് അച്ഛനും അമ്മയും തുല്യ പ്രാധാന്യമുള്ള 2 വ്യക്തികളാണ്. അമ്മ സ്നേഹത്തിൻ്റെ ഒരു തലോടലാണെങ്കിൽ അച്ഛൻ കരുത്താണ്. ആ അച്ഛൻ്റെ ആ ഒരു മാതൃകയിൽ നിന്ന് ആ കരുത്താർജിച്ച് ഓരോ കുട്ടിയും മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആശംസ. ഓക്കെ. അപ്പോൾ ഏതായാലും ചേച്ചിയുടെ ആ ആശംസ എല്ലാ മാതാപിതാക്കളും കേട്ടിട്ടുണ്ട്, എല്ലാ മക്കളും കേട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും സമയം നമ്മുടെ NTVയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചതിന് ഒരുപാട് സന്തോഷം. ചേച്ചി വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഓപ്പണായിട്ട് സംസാരിച്ചു, അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.